അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മദദ് ഖുർആൻ ക്ലാസ് സൂറത്തു മറിയമായിട്ട് ഞങ്ങൾ ഓതി വന്നിട്ടുള്ളത്. സൂറത്തു മറിയമിൽ നിന്ന് മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ സംഭവമായിട്ട് തുടക്കത്തിൽ അള്ളാഹു താല ചൊന്നത്. സക്കരിയ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് ചൊന്നിട്ട് അള്ളാഹു താല എന്ന് ചൊല്ലുക കൊണ്ടത് മറിയം ബീവിയെ കുറിച്ചായിട്ട് ചൊല്ലും. അപ്പോൾ സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ സംഭവം മറിയം ബീവി റളിയല്ലാഹുവിന്റെ ചരിത്രവും തമ്മിൽ സംബന്ധമുണ്ട്. അള്ളാഹു താല സക്കരിയ നബി അലൈഹിസ്സലാമുക്ക് വയസ്സായ കാലത്ത് അയാൾക്ക് 120 വർഷമായിട്ട് പിന്നേക്ക് 90 വർഷം കഴിഞ്ഞപ്പായിട്ട് അള്ളാഹു താല യഹ്യ നബി അലൈഹിസ്സലാമിടെ അള്ളാഹു കൊടുക്കുക. അപ്പോ സക്കരിയ നബി അലൈഹിസ്സലാം ആ വയസ്സായ കാലത്ത് മക്കളുണ്ടായപ്പോ മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാമുടെ പെഞ്ഞയുടെ യലവുലായിട്ടിക്കട് മറിയം ബീവി റളിയല്ലാഹു അൻഹ. അഭിപ്രായ വ്യത്യാസമുണ്ട്. മറിയം ബീവി സക്കരിയ നബി അലൈഹിസ്സലാമുടെ പെഞ്ഞയുടെ യലവുലോ അതല്ല പെഞ്ഞയുടെ യലവുലെ മൂത്തോലെ മോലന്ത, അങ്ങനെ അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പൊ സക്കരിയ നബി അലൈഹിസ്സലാം സംഭവം ചെന്നപ്പോ അതിനേക്കാൾ അത്ഭുതമായിട്ട് മഹാദി മറിയം ബീവി റളിയല്ലാഹുവിന്റെ സംഭവം. സക്കരിയ നബി അലൈഹിസ്സലാമുക്ക് വയസ്സായ കാലത്ത് മക്കളുണ്ടായത്. മറിയം ബീവി റളിയല്ലാഹുവിനക്ക് മഞ്ഞലാവാണ്ട് തന്നെ ഒരാണ് സ്പർശിക്കാണ്ട് തന്നെ മറിയം ബീവി റളിയല്ലാഹുവിന്റെ ഭയത്തിൽ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിനെ പടച്ച. അപ്പോ മറിയം ബീവി റളിയല്ലാഹുവിന്റെ സംഭവം ചൊല്ലതുക്ക് മുന്നൊരു സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ സംഭവം ചെന്ന്. അപ്പൊ ആ ഒരു ബന്ധമായിട്ട് അവിടെ ഉള്ളത്. സക്കരിയ നബിക്ക് വയസ്സായ കാലത്ത് മക്കളുണ്ടായത്. മറിയം ബീവി റളിയല്ലാഹു അൻഹക്ക് നിക്കാഹ് ആവാണ്ട് ഒരാണ് സ്പർശിക്കാണ്ട് തൊടാണ്ട് തന്നെ അള്ളാഹു താല മറിയം ബീവിയിൽ നിന്നൊരു മകനെ ഉണ്ടാക്കിയ അതാണ് മഹാനായ ഈസാ നബി അലൈഹിസ്സലാം. അപ്പൊ ഈസാ നബി അലൈഹിസ്സലാമും അത്ഭുതമായിട്ട്. എന്ത് അത്ഭുതം? ഈസാ നബി അലൈഹിസ്സലാമുടെ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമുടെ കടത്തി കൊടുത്തിട്ടായിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം ഊതിയപ്പായിട്ട് കറുപ്പും ചായ. ഇൻഷാ അല്ലാഹ് ആ സംഭവം ചൊല്ല്. ആ ആയത്തായിട്ട് ഇന്ത്യപ്പോ ചൊല്ല്. ആയത്തൊന്ന് ഓതിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്കത് വിശദീകരിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. واذكر في الكتاب مريم إذ انتبذت من أهلها مكانا شرقيا فاتخذت من دونهم حجابا فأرسلنا إليها روحنا فتمثل لها بشرا سويا قالت إني أعوذ بالرحمن منك إن كنت تقيا قال إنما أنا رسول ربك لأهب لك غلاما زكيا. 4 ആയത്തായിട്ട് ഓതിയത് ഇൻഷാ അല്ലാഹ്. ബാക്കി ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഓതാം. അതിൽ واذكر في الكتاب مريم إذ انتبذت നൂന് ഇഖ്ഫ ആക്കിയിട്ട് ഓതല്. إذ انتبذت من أهلها. മിൻ അഹ്ലിഹ എന്നത് നൂന് ഇൽഹാർ വ്യക്തമായിട്ട് കേൾക്കണം. അവിടെ സുക്കൂണും കൊടുത്തിടും. മിൻ അഹ്ലിഹ മകാനൻ ശർഖിയ മകാനൻ ശർഖിയ فاتخذت من دونهم حجابا فأرسلنا إليها روحنا
ഫതമസ്സല, ഫതമസ്സല സ, 3 പുള്ളിട്ട സ, അത് നാവിടെ കൂടി പല്ലുടെ കൂടിക്ക് തട്ടിട്ടാ ചൊല്ലേണ്ടത്. ഫതമസ്സല ലഹാ ബശറുൻ സവിയ്യ ഖാലത് ഇന്നി അഊദു ബിർറഹ്മാനി, ഇന്നി എന്ന് 3 മണിക്കണം, എന്നിട്ട് നീട്ടണം. ഇന്നി അഊദു ബിർറഹ്മാനി മിൻക, മിൻക ഇൻ കുൻത തഖിയ, മിൻക ഇൻ കുൻത, അവിടെല്ലാം നൂനുണ്ട്. മിൻക എന്നവിടെ നൂനുണ്ട്, കുൻത ഇൻ അവിടെല്ലാം നൂൻ, ഈ നൂനെല്ലാം ഇഖ്ഫാക്കിട്ട് ഓതന്നെ. അപ്പൊ അതന്നെ മിൻക ഇൻ കുൻത തഖിയ ഖാല ഇന്നമാ അന റസൂലു റബ്ബിക ലിഅഹബ ലക ഗുലാമൻ സകിയ. ഇന്നമ, ഇന്ന 3 മണിക്കണം, മാത്തെ നീട്ടണം. അന റസൂല്, അന റസൂൽ എന്നവിടെ അനയുടെ ഇവിടെ നോക്കുന്നീങ്ക, അനാന്റെ ഇവിടെ അലിഫിടെ എതിരായിട്ട് ഒരു പ്രത്യേക ഒരു സ്വന്ന കൊടുത്തു. അത് മുന്നാൽ ചൊന്നത് തന്നേറ്റിക്ക് പുതിയ കേക്കടങ്ങെങ്കിൽ. അപ്പൊ ആ അലിഫ് എന്താ, അലിഫുക്ക് പേനായിട്ട് അവിടെ നീട്ടണ്ട, അത് കയറ്റിക്കിടെ അവിടെ അത് കൊടുത്തത്. അന റസൂൽ, അനാട്ടൊതുകില്ല, അന റസൂലു റബ്ബിക്കി, റബ്ബിക്കി ലി അഹബ ലക്കി. കാരണം ഇത് മറിയം ബീവിലെട്ടി ആയിട്ടിക്കിട് ചൊല്ലേ, അതുകൊണ്ട് ആയിട്ടിക്കിട് കി എന്ന, പെണ്ണിടെട്ടാവുമ്പോ കി എന്ന ആയിട്ടിക്കിട്, ആണെങ്കിൽ കാണ്ട് ആയിട്ടിക്കിട് ചൊല്ലേ. റബ്ബിക ലിഅഹബ ലക ഗുലാമൻ സകിയ, ഗുലാമൻ സകിയ. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതിനെ വിശദീകരിക്കാം. വദ്കുർ ഫിൽ കിതാബി മറിയം, പരിശുദ്ധ ഖുർആനിൽ മറിയം ബീവിയെ സംബന്ധിച്ച് ചൊന്നു കൊടുക്കും. ഇതിൻ തബദത്ത് മിൻ അഹ്ലിഹ, മറിയം ബീവി റളിയല്ലാഹു അൻഹ ഐമ ദൂരത്തായപ്പോൾ ഇവിടെ അഹ്ലിൽ നിന്നും, അതായത് സക്കരിയ നബി അലൈഹിസ്സലാം ആയിട്ട് മറിയം ബീവിയെ പരിപാലനാക്കിക്കൊണ്ടിരുന്നു, നോക്കിക്കൊണ്ടിരുന്നു. ആ ഔത്തിൽ നിന്നും മറിയം ബീവി താമസിക്കുന്ന ആ ജാഗയിൽ നിന്നും അയിമന്താക്കിത്ത് മശ്രിക്ക് ഭാഗത്ത്, മശ്രിക്ക് ചൊന്നെങ്കിൽ കിഴക്ക് ചൊല്ല്, അതായത് സൂര്യ ഉദിക്കലെ ഭാഗം. ഇപ്പൊ സൂര്യ അസ്തമിക്കലേക്ക് ഞങ്ങൾ മഗ്രിബ് ചൊല്ല, മശ്രിക്ക് അതിൽ ഓപ്പോസിറ്റ് ആയിട്ട്. സൂര്യ അസ്തമിക്കുന്നത് മഗ്രിബ്, അപ്പൊ മഗ്രിബ് സൂര്യ അസ്തമിക്കലെ പടിഞ്ഞാറ്, ഞങ്ങൾ കിബിലക്ക് പടിഞ്ഞാറ്, അതിൽ ഓപ്പോസിറ്റ് ആയിട്ട് മശ്രിക്ക്. അപ്പൊ ആ മശ്രിക്ക് ഭാഗത്ത്, അത് ആ പള്ളിയുടെമോ അല്ല അയിമ താമസിച്ചിരുന്ന ഔത്രമോ മശ്രിക്ക് ഭാഗത്ത് കൈമെന്തായിട്ട് പോയിത്ത്, എന്തോ അയിമക്ക് എന്തോ ഒരു ആവശ്യം, കുലിക്കോ തലപാറകോ എന്തോ ആവശ്യത്തിൽ ഇങ്ങനെ പോയിത്ത്, തെല്ല് ദൂരം പോയിത്ത്, ദൂരം അവിടെ ആയിട്ടിട്ട് ആ മറ ഉള്ളത്. അങ്ങനെ ഫത്തഹദത്ത് മിൻ ദൂനിഹിം ഹിജാബൻ, അവിടെ പോയിട്ട് എന്തായിത്ത ചുറ്റും ഹിജാബ്, മറുണ്ട്. ഫഅർസൽനാ ഇലൈഹാ റൂഹനാ, മറിയം ബീവി റളിയല്ലാഹു അൻഹ അവിടെ തലബാറിന്റെ ആവശ്യത്തിൽ പോയുമോ കുലിക്കട ആവശ്യത്തിൽ പോയുമോ പോയിട്ട് അവിടെ ചുറ്റും മറ എല്ലാം അതെല്ലാം ബിരിയെല്ലാം താത്തിയിട്ട് അവിടെ എല്ലാം അഡ്ഡായിട്ട്. അപ്പൊ അയിമെന്താക്കിയത് അതാ ഹിജാബിടെ, ഹിജാബ് ചെന്ന് അഡ്ഡ കാണാത്തത് പോലെ. അപ്പൊ ആയിട്ടിക്കട അവിടെ പ്രത്യക്ഷപ്പെട്ടെ ഫഅർസൽനാ ഇലൈഹാ റൂഹനാ, ആ സമയത്തായിട്ടിക്കട മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിനെ ഞങ്ങൾ കടത്തിയത് അവിടെ. അപ്പൊ എന്തായിട്ട് ഫതമസ്സല ലഹാ ബശറൻ സവിയ്യ, ഒരു പൂർണ്ണ മനുഷ്യയുടെ രൂപത്തിലായിട്ടിക്കട് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പ്രത്യക്ഷപ്പെട്ടത്. മലക്കുങ്ങ ഈ ഔറത്ത് വെളിവാവിടെ ജാഗ്രതയിലുള്ള മലക്കുങ്ങ ബണ്ടില്ല. അപ്പം അത് അവിടെ മനുഷ്യരുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടത് എന്ന് ചൊല്ലും മറിയം ബീവി റളിയല്ലാഹു അൻഹ വസ്ത്രം ധരിച്ചൽ പിന്നെ എന്നർത്ഥം, അല്ല വസ്ത്രം ധരിക്കലേക്ക് മുന്നാലല്ല. ഇവിടുത്തെ നിന്ന് കിതാബുൽ കാനാം തലമറക്കിടാത്തവിടെ പോലും, തലമറക്കാത്ത പെണ്ണുങ്ങൾ അടുക്കൽ പോലും മലക്കുങ്ങ പ്രത്യക്ഷപ്പെടില്ല എന്ന്. റഹ്മത്തിലെ മലക്കുങ്ങ അങ്ങനത്തെ ജാഗൽ പ്രത്യക്ഷപ്പെടില്ല. അപ്പൊ അവിടെ മറിയം ബീവി റളിയല്ലാഹു അൻഹ കുലിക്കോ പോയ അവിടെ അങ്ങനെ മലക്ക് പ്രത്യക്ഷപ്പെട്ടത് എന്ന് കേൾക്കുക. അതൊക്കെ ചൊന്നത് അയിമ വസ്ത്രം ധരിച്ചൽ പിന്നെ ആയിട്ടിക്കട്, കുളിക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ വസ്ത്രം ധരിച്ചൽ പിന്നെ ആയിട്ടിക്കട് അവിടെ പ്രത്യക്ഷപ്പെട്ടത് എന്ന്. അപ്പൊ അതന്നെ അല്ല, പണ്ട് കാലം മുതൽ തന്നെ ഈ ഔത്തുരു
പെൺമക്കളെ ഷാൾ എടുപ്പാട്ടി വേണ്ടിയിട്ട് തലമറക്ക് അല്ല എൻ്റെ ഇപ്പം അത് നീങ്ങാണ്ട് വന്നു പുറത്തു പോകുമ്പോൾ ഔത്തുറൽഗത്തിൽ തന്നെ തല മറക്കണമെന്നല്ല അല്ലെ പല ബയസരങ്ങല്ല ഷാളിട്ടില്ലേ ഔത്തുറൽഗ തല മറച്ചിട്ടില്ലെങ്കിൽ പറഞ്ഞോണ്ടിരുന്നത് എന്ത് കൊന്തയിത്താണ് പെണ്ണിങ്ങ തല ഓപ്പൺ വെക്കട അവിടെ റഹ്മത്തിലെ മലക്കങ്ങ് പ്രത്യക്ഷപ്പെടില്ല എന്ന് അപ്പൊ ഞങ്ങൾ വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമായിട്ടിക്കട്ടെ ഔത്തുറൽഗ ഞങ്ങളെ എരിയങ്ങ ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പാട്ടി തന്നെങ്കിൽ അതിൽ പർവ്വത്തിൽ വലിയ രഹസ്യമുണ്ട് അപ്പൊ തല ഓപ്പൺ വെച്ചവിടെ എന്താണ് ആ ഓപ്പൺ വെക്കടെ പെണ്ണുങ്ങളെ അവിടെ ഉള്ളവിടെ മലക്കുങ്ങ റഹ്മത്തിലെ മലക്കുങ്ങ പ്രത്യക്ഷപ്പെടില്ല എന്നുള്ളത് അപ്പോൾ മറിയം ബീവി റളിയല്ലാഹു മുട്ട എങ്ങനെ പ്രത്യക്ഷപ്പെട്ടത് എന്നൊരു ചോദ്യം പറയലേ കുലിക്കിടവിടെ അപ്പായിട്ടിക്കട് ചൊന്നത് വസ്ത്രം ധരിച്ചൽ പിന്നെ ആയിട്ടിക്കടെ അവിടെ പ്രത്യക്ഷപ്പെട്ടത് എനിക്ക് മുന്നാളോട്ടെന്ന് ചൊന്നിട്ടില്ലല്ലോ ഫതമസ്സല ലഹാ ബശറൻ സവിയ ഖാലത് ഐമ ചന്ത് ഇന്നി അഊദു ബിർറഹ്മാനി ഇൻ കുൻത തഖിയ നീನು അള്ളാഹുടെ തക്വ ചെയ്ത് ജീവിക്കുന്ന ഒരു മനുഷ്യൻ കണ്ടെങ്കിൽ ನಾನು ನಿಂದೊಟ್ಟು ಅಲ್ಲಾಹುಡೊಟ್ಟಿಗೂ ಕಾವಲ್ ಕೇಕಡೆ ಮಿಂಕ ನಿಂದಿಲ್ നിന്ന് കാവൽ കേക്കടെ നീന് അള്ളാഹുടെ ഭയപ്പെട്ട് ജീവിക്കടവനാണ് എങ്കിൽ ഉടെ പോണം അപ്പ ജിബ്രീൽ അലൈഹിസ്സലാം ചെയ്ത് ഇന്നമ അന റസൂലു റബ്ബിക്ക് ഞാൻ നിന്റെ റബ്ബുടെ റസൂൽ ലി അഹബലക്ക് ഗുലാമൻ സക്കിയ നേക്ക് നല്ല ഒരു കിടാവുടെ തറകുബേനായിട്ട് ನಾನು വന്നത് അപ്പൊ ഇൻഷാല്ല അതിനപ്പുറ ബാക്കിയുള്ളത് നമുക്ക് പിന്നെ താഴത്തിൽ നമുക്ക് ഓതാം അപ്പൊ മറിയം ബീബി റളിയല്ലാഹു അൻഹയുടെ മുട്ട മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പ്രത്യക്ഷപ്പെട്ട അവിടെ നെഞ്ഞിക്ക് ഊതിട്ടാകുമ്പോഴത്തേക്ക് അയിമ കർപ്പഞ്ചായത് എന്നുള്ളത് ബാക്കി ഇൻഷാല്ല അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതോട് മറിയം ബീബി റളിയല്ലാഹു അൻഹ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പേരെടുത്ത് ചൊന്നൊരു മഹദി ആയിട്ടിക്കട് മറിയം ബീബി റളിയല്ലാഹു അൻഹ ബനു ഇസ്രായേലിലെ ഈ നിസ്കാരത്തുകളുടെ നേതൃത്വം കൊടുത്ത ഇന്നാലായിട്ടിക്കട് ഇമ്രാൻ എന്നാൾ ആ ഇമ്രാൻ എന്നാളുടെ മോളായിട്ടിക്കട് മറിയം ബീവി ഇമ്രാൻ എന്നാലെ പെഞ്ഞായി ആയിട്ടിക്കട് ഹന്നത്ത് ബീവി അപ്പൊ ആ ഹന്നത്ത് ബീവി ഒരു പക്ഷിയെ അതിലെ ഭയത്തുക്ക് തിന്നരുത് കൊടുക്കുന്നത് കണ്ടിട്ട് മഹദി നക്കും ഒരു കുഞ്ഞ് വേണം നക്കും ഒരു കിടാവ് വേണം എന്ന് അയിമ ഇഷ്ടപ്പെട്ടത് അപ്പോ ನಾನು കറുപ്പുഞ്ചായെങ്കിൽ എൻ്റെ കിടാവിടെ ഈ ബൈത്തുൽ മുഖദ്ദസ് ചൊല്ല പള്ളി ഉണ്ടല്ലേ അത് ഇസ്ലാമിൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പള്ളിയായിട്ടിരിക്കുന്നത് അപ്പൊ ഈ പള്ളിയുടെ ഹിദ്മത്ത് എടുക്കുകയായിട്ട് അങ്ങനെ നേർച്ചയാക്കേണ്ടത് എൻ്റെ ഒരു കിടാവിടെ ഈ പള്ളിയുടെ ഹിദ്മത്ത് ഉപേനായിട്ട് ഞാൻ വിട്ടാൻ അപ്പൊ അയിമ നേർച്ചയാക്കിയതായിട്ടിരിക്കുന്നു ഞാൻ കറുപ്പുഞ്ചായിട്ട് പെത്തേന കണ്ടെങ്കിൽ നൻ്റെക്ക് പെത്തേങ്ക നൻ്റെ ആ കിടാവും ഈ ബൈത്തുൽ മുഖദ്ദസ് പള്ളിയുടെ ഹിദ്മത്ത് എടുക്കുക ഞാൻ നേർച്ചയാക്കിയാണ് അങ്ങനെ അയിമ കറുപ്പൻ ചെയ്ത് പെത്തു നോക്കുമ്പോൾ പെൺകിടാവും ഖുർആനിൽ ആ സംഭവം വിവരിച്ചു ഫലമ്മ വളഅത് ഖാലത് റബ്ബി ഇന്നി വളഅതുഹാ ഉൻസ വല്ലാഹു അലം ബിമാ വളഅത് വലൈസ الذكر കൽഉൻസ പെത്തിട്ടാഞ്ഞത് പടച്ചോനെ കിടാവ് പെണ്ണല്ലേ പെണ്ണ് ആണ്ടെ പോലെ അല്ലേ അപ്പോ മറിയം ബീബി റളിയല്ലാഹു അൻഹയുടെ പെത്തിട്ടാകുമ്പോ ആ പള്ളിയുടെ ഹിദ്മത്ത് പേരായിട്ട് നേർച്ചയാക്കിയതല്ലേ അപ്പൊ അണ്ട് ആ മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ അയിമ ആ പള്ളിയുടെ ഹിദ്മത്ത് പേനായിട്ട് ഇത് ചെറിയ പ്രായമുള്ള ആയിട്ടാകുമ്പോഴത്തേക്ക് ഏൽപ്പിക്കണം അപ്പൊ ആ പള്ളിയിൽ അയിമയുടെ നോക്കുക പേനായിട്ട് ഈമ പള്ളിയുടെ പെണ്ണല്ലേ പെണ്ണുണ്ടാകുമ്പോഴത്തേക്ക് ആണുങ്ങളെ പോലെ അല്ലല്ലോ അപ്പൊ ഈ പെണ്ണുടെ ആ ബൈത്തുൽ മുഖദ്ദസിലവിടെ അയക്ക് സെപ്പറേറ്റ് ഒരു റൂം വേണം നോക്കിയൊല്ലാം അല്ല അണ്ടത്തെ കാലത്തില് ഇമ്രാനും ചൊല്ലത് ഇങ്ങനെ നേതാവായിട്ടിക്കണം അപ്പൊ ഇങ്ങെല്ലാരും ആദരിക്കുന്ന വ്യക്തിയായിട്ടിക്കണം മറിയം ബീവിയുടെ ബാപ്പ അപ്പൊ അങ്ങനെ ഇടയിൽ തർക്കം വന്നിട്ടാകുമ്പോ ആറായിട്ടിക്കട് ഈ മറിയം ബീവിയുടെ നോക്കിയോണ്ടേ കാരണം ഇങ്ങനെ ഉസ്താദിനെ മോളായിട്ടിക്കട് അത് മറിയം ബീവി അങ്ങനെ എല്ലാവരും കൂടി പേരെടുത്ത് ചീട്ടെടുത്തിട്ട് നറുക്കെടുത്തന്നെ അങ്ങനെ അങ്ങ് കണ്ടിട്ട് കാലത്ത് പെണ്ണെത്തി എൽത്തിരെ പെണ്ണ് അപ്പോൾ ചൊമ്മ ആൾമാറുള്ള ബൈത്തുൽ മുഖദ്ദസിലൂടെ ആറ് സക്കരിയ നബി അലൈഹി സ്വലാമിയുടെ ആ കാലഘട്ടത്തിൽ തന്നെ അവിടെ ആ പള്ളിയുടെ ഹിദ്മത്ത് എടുക്കിടങ്ങ അപ്പം ഞാൻ സംരക്ഷണാക്കിയല്ലേ ഞങ്ങൾ ഉസ്താദിന്റെ മോളല്ലേ അപ്പൊ ലാസ്റ്റ് എന്താക്കി ഇങ്ങനെ എല്ലാവരും പെണ്ണെടുത്തിട്ട് ഒട്ടുപിച്ച് ഒരു കിടാവിടെ കൊണ്ട് എടുപ്പാട്ടിട്ടാകുമ്പോൾ സക്കരിയ നബി അലൈഹി സ്വലാമിയുടെ പെണ്ണായിട്ട് വന്നത് അപ്പൊ രണ്ടാമത് നറുക്കിട്ടാണ് വന്നെങ്കിൽ
ഈ ഒലുകുടെ തന്നിക്ക് ഇട്ടിട്ടാകുമ്പോഴത്തേക്ക് കീല് പോയതല്ല, ഓപ്പോസിറ്റ് കീല് തന്നിങ്ങനെ കീല് ഒലുകുനെങ്കിൽ തിരിച്ചിട്ട് മേലേക്ക് പത്ര പെണ്ണാരതുണ്ട്. അത് സക്കരിയ നബി അലൈഹി സ്വലാമുടെ പെണ്ണായിട്ടിട്ട് ആ സമയത്തും മേൽ വന്നത്. അന്ന് തന്നിയുടെ ഒലുക്ക് അനുസരിച്ച് ഇതെല്ലാം കീൽകല്ലേ കൊണ്ടേ സക്കരിയ നബി അലൈഹി സ്വലാമുടെ പെണ്ണ് മേൽ കയറ്റിക്കിട്ട് പറ്റിയ. മൂന്നാമതായി നറുക്കിട്ട് വന്നെങ്കിൽ 6 ആയിട്ടിക്കിട് ഈ കിടാവുടെ സംരക്ഷണം ഏറ്റെടുക്കേണ്ടത് അയാളെ പെണ്ണ് കീലുക്ക് പോകണം, ബാക്കി മേല് കാണും. അപ്പൊ നോക്കുമ്പോഴത്തേക്ക് അവിടെ സക്കരിയ നബി അലൈഹി സ്വലാമുടെ പെണ്ണായിട്ടിക്കിട് വന്നേ. അപ്പൊ സക്കരിയ നബി അലൈഹി സ്വലാം ഏറ്റെടുത്തത്, സക്കരിയ നബി അലൈഹി സ്വലാം ഏറ്റെടുക്കുക എന്നുണ്ടെങ്കിൽ 2 കാരണം. ഒന്ന്, സക്കരിയ നബി അലൈഹി സ്വലാമുടെ പെഞ്ഞയുടെ യലൗലായിട്ടിക്കിട് മറിയം ബീവി റളിയല്ലാഹു അൻഹ ഒരഭിപ്രായം. പിന്നെ ഒരഭിപ്രായ പ്രകാരം സക്കരിയ നബി അലൈഹിസ്സലാമുടെ പെഞ്ഞയുടെ മൂത്തോലമ യലൗലമ ಅಂತ മോല് എന്നും. അപ്പം സക്കരിയ നബി അലൈഹിസ്സലാമുടെ മച്ചുഞ്ചിരെ മോല് എന്ന അഭിപ്രായമുണ്ട്. പെഞ്ഞയുടെ യലൗലുണ്ടോ അല്ല മച്ചുഞ്ചിരെ മോലുണ്ടോ. ഏതായാലും മറിയം ബീവുമായിട്ട് ബന്ധമുണ്ട്, കുടുംബ ബന്ധമുണ്ട്. പിന്നെ സക്കരിയ നബി അലൈഹിസ്സലാം ആ കാലഘട്ടത്ത് നല്ല നബിയും കൂടിയായിട്ടിരിക്കും. അപ്പം മറിയം ബീവിയുടെ പെത്തപ്പ മറിയം ബീവി റളിയല്ലാഹുവിന്റെ ബലത്തി വലിയ തെല്ല് വലിയാക്കി ബൈത്തുൽ മുഖദ്ദസ് ബേനായി കൊടുത്തപ്പ സക്കരിയ നബി അലൈഹിസ്സലാം ആ സംരക്ഷണം ഏറ്റെടുത്തിട്ട് പ്രത്യേക റൂമാക്കിയിട്ട് അയിമക അവിടെ എല്ലാ സൗകര്യം ഏർപ്പെടുത്തി കൊടുത്തിട്ട് മറിയം ബീവി ഇബാദത്തിലായിട്ട് വളർത്ത് വലിയായോണ്ട് ഇബാദത്തിലായി വളർന്ന ആള് എന്നായിട്ടിക്കിട് ആബിദാത്ത് എന്നായിട്ടിക്കിട് മറിയം എന്ന പേരുടെ അർത്ഥം. അങ്ങനെ മറിയം ബീവി റബ്ബ് ഹിദ്മത്ത് എടുത്തോണ്ടും സക്കരിയ നബി അലൈഹി സ്വലാം റൂമിൽ പോയിട്ടുണ്ട്. സക്കരിയ നബി അലൈഹി സ്വലാം റൂമിൽ പോകുമ്പോഴത്തേക്കും അവിടെ എന്തിനെ കണ്ട് ഫലവസ്തുക്കളെ കണ്ട് ഫ്രൂട്ട്സ് ഐറ്റംകളെ കണ്ട്. പക്ഷെ ആ റായത്ത് ആ ടൈമിൽ കിട്ടാത്തത്. ഇപ്പൊ ഓരോന്നും ഓരോ സീസൺ ഇക്കട്, മാങ്ങയുടെ സീസൺ ഇക്കട്, ചക്കയുടെ സീസൺ ഇക്കട്. അപ്പൊ ആ സീസണിന്റെ സമയത്തുള്ള അല്ലാത്ത ഫലവസ്തു അവിടെ കണ്ടുകൊണ്ടല്ലേ മറിയം ബീവി റളിയല്ലാഹുവിന്റെ സക്കരിയ നബി അലൈഹി സ്വലാം കേൾത്തി ഇത് എവിടെ. അപ്പൊ അത് അള്ളാഹ് തന്ന റിസ്ക്. ഇതെല്ലാം കണ്ടിട്ടാകുമ്പോഴത്തേക്ക് മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം അള്ളാഹുടെ ഉദാഹരണത് ഇത്തരല്ല അത്ഭുതങ്ങളെ സൃഷ്ടിക്കട റബ്ബെ ഇതാ നക്കൂർക്കിട അവിടെ എത്താ എന്ന അള്ളാഹുടെ മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം ദുആറന്നത്. അപ്പൊ മറിയം ബീബി റളിയല്ലാഹു അൻഹ ഇബാദത്തിലായിട്ട് തന്നെ ബൈത്തുൽ മുഖദ്ദസിൽ വലിയ സ്ഥാനം അങ്ങകിന്ത്. കാരണം അങ്ങനെ ലീഡർ മഹാനായ ഇമ്രാൻ എന്നാലും മോലായിട്ടിക്കിട് സക്കരിയ നബി അലൈഹിസ്സലാം അല്ല മോലായിട്ടിക്കിട് മറിയം ബീബി റളിയല്ലാഹു അൻഹ. അങ്ങനെ മറിയം ബീബി റളിയല്ലാഹു അൻഹർക്ക് അവിടെ ആ താമസിക്കുന്ന ഭാഗത്തിൽ നിന്നുള്ള കിഴക്ക് ഭാഗത്ത് മശ്രിക്കിടെ ഭാഗത്തേക്ക് പോയപ്പോ അവിടെ ആയിട്ടിക്കിട് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം മനുഷ്യരുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. പേടിച്ചു പോയിട്ട് ഒരാ പെണ്ണല്ലേ നാണ് എന്ത് കൂടെ വന്നേ. മനുഷ്യരുടെ രൂപത്തിൽ മലക്കുങ്ങ പല രൂപങ്ങളെ കൊണ്ട് രൂപപ്പെടുന്ന മലക്കുങ്ങ കൗടും, മനുഷ്യരുടെ രൂപാവുകയോട് പക്ഷികളുടെ രൂപാവുകയോട്. അപ്പൊ ആ മനുഷ്യരുടെ രൂപത്തിൽ വന്നിട്ട് പേടിച്ചപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം ചെന്ന് ನಾನು ಅಲ್ಲಾಹುಡ ರಸೂಲ್ ಅಲ್ಲ ನನ್ನ ಕಡತಿರೆ ನಾನು ಮಲಕ್ ಅಂದೆ ನೀಗೊರು ಕಿಡಾವುಡು ತರಗುಬೇನಾയി ಬಂದೆ ಅಂತ. അപ്പൊ അവിടെ ആയിട്ട് ബാക്കിയുള്ള കറുപ്പും ചവിടെ വിഷയമല്ല. ഇൻഷാല്ലാ അത് അടുത്ത ക്ലാസ്സിൽ ഉണ്ട്. അപ്പൊ മറിയം ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ വേറെ ജാഗയിലും ചൊന്നത്. മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ പ്രത്യേകതയുണ്ട്. അല്ലെ ഒരാളെ പേരും ഖുർആനിലുള്ള ഒരു പെണ്ണിന്റെ പേരും എടുത്തു ചെന്നിട്ടില്ല. ഇത് മറിയം ബീവി റളിയല്ലാഹുവിന്റെ പേര് മാത്രമായിട്ട് ഖുർആനിൽ ചെന്നത്. മറിയം ബീവിയെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നതുണ്ടല്ലോ, കുല്ലു മൗലൂദിൻ മിൻ ബനി ആദമ യമുസ്സുഹു ശൈത്താൻ ബിഇസ്ബഇ ഇല്ലാ മറിയം ബിൻത ഇമ്രാൻ വബ്നഹ ഈസ. ഏതൊരു കിടാവ് ജനിച്ചാൻ കണ്ടെങ്കിൽ ആ ജനിക്കുന്ന സമയത്ത് ശൈത്താൻ വന്നിട്ട് അവിടെ നിന്ന് ആ കിടാവിടെ നിന്ന് വിരല് കൊണ്ട് കുത്തിപ്പോണ്ടേണ്ടിക്കുക, ആ കിടാവിടെ ബുൾപ്പുടാട്ടി പോകേണ്ടിയിരിക്കുക. പക്ഷേ മറിയം ബീവിയെ സംബന്ധിച്ച് മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ മോനെ ഈസാ നബി അലൈഹിസ്സലാമുടെയും ശൈത്താൻ തൊട്ടിട്ടില്ല. അല്ലാഹു തആല കാത്തിറ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല അതെ വഇന്നി ഉയിദുഹാ ബിക വദുർരിയതഹാ മിനശ് ശൈത്വാനിർ റജീം എന്ന് ഹന്നത്ത് ബീവി ദുആ എന്നിട്ടുണ്ട്. അപ്പൊ മറിയം ബീവി റളിയല്ലാഹുവിന്റെ മോനെ ഈസാ നബി അലൈഹിസ്സലാമുടെ ആയിട്ട് ഷൈത്താനെ സ്പർശിച്ചിട്ടില്ല എന്നുള്ളത്.
അപ്പോൾ മറിയം ബീവി റളിയല്ലാഹുവിന് കർപ്പിച്ചായിട്ട് പിന്നെ ഈസാ നബി അലൈഹി സ്വലാമിന്റെ പിറന്ന സംഭവം അടുത്ത ക്ലാസ്സിൽ കാതു കൊടുക്കാം. അള്ളാഹു റബ്ബു സുബ്ഹാനഹു വതആല എല്ലാവർക്കും ഖൈർ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ, ബറക്കത്ത് ചൊരിയട്ടെ, ഞങ്ങളൊക്കെ അള്ളാഹു സാലിഹ്യങ്ങളിൽ പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.